കണിമംഗലത്തെ തമ്പുരാനും ആറ്റുവാശ്ശേരിയിലെ തമ്പുരാട്ടിയും നമ്മുടെ സിനിമയിലെ സെറ്റില് ഭക്ഷണം വിളമ്പാൻ വന്നു. എന്തായാലും നീ പറഞ്ഞ ഐഡിയ ഏറ്റു. ഇന്നത്തെ ദിവസം നമുക്കുള്ളതാ. അതെ മുത്തശ്ശി, എന്നെ അവഗണിച്ച അവൻ അവളുടെ പുറകെ പോയത്. പ്രിയങ്കയുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. എടി, അവളൊന്ന് വന്ന് വിളമ്പട്ടെ. അതിനുള്ള കൂലി കൈയും മനസ്സും നിറച്ചു കൊടുക്കണം. മുത്തശ്ശി, നാണം കെടുത്തുമ്പോ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ജീവിക്കാനുള്ള ആഗ്രഹം പോലും രണ്ടെണ്ണത്തിന്റെ മനസ്സിലും ശേഷിക്കരുത്. പ്രത്യേകിച്ച് വരുണിന്റെ. എവിടെയെങ്കിലും ചെന്ന് കെട്ടിത്തൂങ്ങോ കടലിൽ ചാടുകയോ ചെയ്യട്ടെ. നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്നറിയുമ്പോ അവരുടെ മുഖത്ത് വരുന്ന ഞെട്ടലുണ്ടല്ലോ, അതൊന്ന് കാണണം. ഈ സിനിമയുടെ പേരെന്താ? അറിയില്ല സാർ. അവരാണ് പ്രൊഡ്യൂസർ. അധികെ ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായി. അയാളെ നമ്മുടെ അടുത്തേക്ക് ഭക്ഷണത്തിന് അയച്ചത് പ്രിയങ്കയും മുത്തശ്ശിയും ചേർന്ന. ഇതൊക്കെ കരുതി കൂട്ടി നമ്മൾ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതാ. വാ, നമുക്ക് തിരിച്ചു പോവാം. വരുൺ, ഇതിപ്പോ നമ്മുടെ ജീവിതമാർഗം. ഓരോ സ്ഥലം ഉപേക്ഷിച്ച് ഓടാൻ തുടങ്ങിയ പിന്നെ അതിന് നേരം കാണും. നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. വാ. അതൊന്ന് അവിടെ വെച്ചേ. എടോ, താനൊന്നിഞ്ഞു വന്നേ. എടോ, കൂടെ നേരെ പിടിക്കടോ. എന്താ മാഡം? എടോ, ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ സദ്യ വേണം. അത് ഏറ്റവും നല്ല സ്ഥലത്തൊന്ന് ഓർഡർ ചെയ്യാനല്ലേ പറഞ്ഞേ? ഇത് ആറ്റുവാശ്ശേരി സദ്യയാണ് മാഡം, വളരെ പ്രസിദ്ധമാണ്. ആറ്റുവാശ്ശേരി സദ്യയോ? അങ്ങനെ ഒരു പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഓ, സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടവർക്ക് പിടിച്ചു നിൽക്കാനേ അന്യന്റെ തറവാട്ട് പേര് വേണമായിരിക്കും അല്ലേടോ? ഈ ഭക്ഷണം ഇവിടെ വിളമ്പണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ആളെ ദോ ആ വരുന്നതേ ഉള്ളൂ.